ഹായ് ഹലോ എവരിവൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? എനിക്കും സുഖം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താ ഇപ്പോൾ ഈ മുരിങ്ങേൻ്റെ ഒരു പരിപാടി എന്നല്ലേ. രാവിലെ അനുട്ടിക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഞാൻ മുരിങ്ങേൻ്റെ ഒരു ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ടോ. മുട്ടയൊക്കെ വറുത്ത് ഇട്ടിട്ട് അങ്ങനെ ഉപ്പേരി പോലെ ആക്കിയിട്ട് അനുട്ടിക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ അഫിക്ക് ഇവിടെ ചോറിനും കൂട്ടാനാക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ അനുട്ടി അങ്ങനെ ചീര മുരിങ്ങ അങ്ങനെയൊന്നും കഴിക്കലില്ല കേട്ടോ. എന്നും വറുത്തതും പൊരിച്ചതും കരിച്ചതൊക്കെ കൊണ്ടുപോയാൽ. അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ, ഉച്ചയ്ക്ക് വിശന്ന സമയത്ത് എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ച് വിടും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാവിലെ നേരെ മുരിങ്ങ എടുത്ത് ഊരി സെറ്റാക്കാൻ വിചാരിച്ചു. അങ്ങനെ മുരിങ്ങ ഊരിക്കൊണ്ടിരിക്കുക കേട്ടോ. മുരിങ്ങയാണെങ്കിലോ മുരിങ്ങ ഊരൽ എനിക്കും ഒരു ഇഷ്ടമില്ലാത്ത പണിയാണ്, കഴിക്കൽ അവർക്കും ഇഷ്ടമല്ല. വീട്ടിലുണ്ടാക്കാറൊക്കെ ഉണ്ട്, അവരങ്ങനെ കഴിക്കാറില്ല കേട്ടോ. നമ്മൾ മുരിങ്ങ വെക്കുക സ്വതവേ ചെറിയ ഉള്ളിയിലാണല്ലോ. അപ്പോൾ ഞാനിന്ന് വലിയ ഉള്ളിയാണ് എടുത്തത്. ചെറിയ ഉള്ളി ഞങ്ങൾ താൽക്കാലികമായി നമ്മുടെ കൊട്ടാരത്തിലില്ല കേട്ടോ. അപ്പം ഞാൻ വലിയ ഉള്ളി എടുത്തു. വലിയ ഉള്ളി അങ്ങനെ തൂമിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും ചെറിയ ഉള്ളിയായിരിക്കും യൂസ് ചെയ്യുക. ഞാൻ വലിയ ഉള്ളി 2 ഉള്ളി ഞാൻ ഉപയോഗിക്കും. അതിന് ഞാൻ വലിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകൊക്കെ ഇട്ട് തൂമിച്ച് അങ്ങനെ വെക്കാൻ വിചാരിച്ചു. സ്പീഡ് കൂടിയോണ്ട് എന്നൊന്നും പറഞ്ഞോടത്തൊന്നും നിൽക്കണില്ല. അപ്പോൾ നല്ല നേരം വൈകും. ഞാനാണെങ്കിൽ സ്കൂൾക്ക് പോകാൻ നേരത്താണ് എല്ലാം ഒന്ന് ചടപടാച്ചിട്ട് ഒരുക്കാട്ടോ. പിന്നല്ലേ നമ്മളെ വീഡിയോ ഫുള്ളായി കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും മറക്കണ്ട കേട്ടോ. കാരണം പിന്നെ നമ്മളിടുന്ന വീഡിയോസുകളൊക്കെ കാണാനും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ പ്രത്യേകം മറക്കണ്ട. ഇങ്ങനെ ഞാൻ ചട്ടിയും എണ്ണയൊക്കെ വെച്ചു. പിന്നെ അതാ ഉള്ളിയിട്ടു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ സ്പീഡ് കൂട്ടിയിട്ടോ. വീഡിയോക്കും സ്പീഡ് കൂട്ടി, സ്വതവേ എനിക്കും അതിൽ സ്പീഡ് കൂടിക്കണു. അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച് പാർന്ന് വറുത്ത പോലെ വെച്ചിട്ടോ. മറ്റേ വെള്ളമൊന്നും ചേർക്കാതെ നല്ലോണം വറ്റിച്ചിട്ടാട്ട് വെച്ചിക്കണേ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടും ചെയ്യുമെന്ന് വിചാരിക്കണം. അങ്ങനെ നമ്മളെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ മുട്ട വറുത്തതും എല്ലാം എണ്ണയിൽ പൊരിച്ചതൊക്കെ കൊടുത്തയക്കണതിന് പകരം പച്ചക്കറിയോ പിന്നെ ചീര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി അവരെ ആരോഗ്യം കൂടെ നമ്മൾ കണക്കിലെടുത്തിട്ട് നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. വയറുവേദനയായിട്ട് ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഡോക്ടർമാരുടെ അഭിപ്രായം തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ആരോഗ്യത്തിനൊന്നും അങ്ങനെ വലിയ ഇങ്ങനെ കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യലൊന്നുമില്ല കേട്ടോ. അവരെന്താ കഴിക്കണേ അങ്ങനെ കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഫ്രൂട്ട്സ് ചീര പച്ചക്കറി ഇത് 3 ഒരു ദിവസം തന്നെ ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ എന്നൊക്കെ കേട്ടോ. ദിവസമൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ദിവസം ഓരോന്ന് വെച്ച് എങ്ങനെയൊക്കെ സെറ്റാക്കി കൊടുക്കാൻ നോക്കും. ഇത് പിന്നെ 2 കൂടെ ഉള്ള ഉപ്പേരി റെഡി കഴിയുമ്പോൾ ചെറിയ മോനക്ക് രാവിലെയുള്ള ഉച്ചക്ക് കഴിക്കുമ്പോൾ ഇത് തന്നെ കൊടുക്കും. അങ്ങനെ ഞാനിത് അവൻ്റെ കൂട്ടാൻ പാത്രത്തിലൊക്കെ ആക്കി കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് വന്നാലേ അറിയുള്ളൂ ഇത് ബാക്കിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. അവൻ കഴിക്കും, മുട്ട വറുത്തതൊക്കെ ഇങ്ങനെ ഉപ്പേരി പോലെ ആക്കിയാലൊക്കെ കഴിക്കും എന്നുള്ളൊരു വിചാരം എനിക്കുണ്ട്. സെറ്റായാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.